നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ 9 നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും, അതെന്താണ് 9 നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ പറ്റി മാത്രം പറയുന്നത് എന്ന്, എന്താണ് ഇവർക്ക് ഇത്രയും പ്രത്യേകതകളെന്ന്. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്, ഈ 9 നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരാധീനം വളരെയധികം കൂടുതലായിരിക്കും എന്ന് തന്നെയാണ്. ഇത് ജന്മനാ ഇവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കഴിവാണ്. അതായത് ഒരു സ്ത്രീ ജനിക്കാൻ ജ്യോതിഷപ്രകാരം ഏറ്റവും നല്ല 9 നക്ഷത്രങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത്. ഈ 9 നാളുകളെന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ഭാഗ്യം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ ഈ നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക, ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവർ വളരെയധികം ഐശ്വര്യമുള്ളവരാണ്. ഇവരെ ഒരു കാരണവശാലും നോവിക്കാനോ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ മാറ്റി നിർത്താനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളത്. കാരണം ഇവരുടെ മനസ്സൊന്ന് നേറിയാൽ, ഇവരുടെ മനസ്സൊന്ന് നൊന്താൽ, ഇവരുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ, ആരും മൂലമാണോ ആ വിഷമം ഉണ്ടാകുന്നത്, ആ ദുഃഖമുണ്ടാകുന്നത്, അവർക്ക് കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം. ഒരിക്കലും ഇവർ മനസ്സുരുകി പ്രാകണമെന്നോ അല്ലെങ്കിൽ മനസ്സ് നീറി പറയണമെന്നോ അല്ലെങ്കിൽ വിഷമിച്ച് ശപിക്കണമെന്നോ ഒന്നുമില്ല. ഇവരുടെ മനസ്സ് നൊന്താൽ തന്നെ നമുക്കത് 100 ഇരട്ടി ദോഷമായിട്ട് വന്നു ഭാവിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ, അതായത് ഞാനീ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഈശ്വരാധീനം എത്രത്തോളം വലുതാണെന്ന്. ഞാനീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഈ നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷേ ജീവിത അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദുഃഖിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി ഈ ലോകം വെടിയേണ്ടി വരില്ല. എല്ലാം മംഗളമായി തീരും, നിങ്ങളെ ഭഗവാൻ കൈവിടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ 9 നക്ഷത്രക്കാർക്ക് ശിവകവചമുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ശിവഭഗവാന്റെ ഒരു കവചം, ശിവഭഗവാന്റെ ഒരു വലയം ഈ നക്ഷത്രക്കാർക്ക് ചുറ്റുമുണ്ട് ജീവിതകാലം ഉടനീളം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നാളുകാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശിവഭഗവാനെ ദിനവും സ്തുതിച്ചുകൊണ്ട് നാമങ്ങൾ ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ നാളുകാരെപ്പോഴും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രം ഉരുവിടുന്നത് നിങ്ങളുടെ പ്രാണവായുവിന് തുല്യമായി ഈ ഓം നമഃ ശിവായ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കേണ്ടതാണ്. അതുമൂലം അത്രയധികം നിങ്ങൾക്ക് ഐശ്വര്യവും ശക്തിയും ഉയർച്ചയും ഒക്കെ നേടിത്തരുന്ന മന്ത്രമാണ് ഓം നമഃ ശിവായ മന്ത്രം എന്ന് പറയുന്നത്. ആ നക്ഷത്രങ്ങളിൽ 1ാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ശിവഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം അനുഭവപ്പെട്ടവർ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഈ ജീവിച്ച ഇത്രയും വർഷം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും ശിവഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ ഒരു സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ രക്ഷ നേടാനായത്, ഭഗവാന്റെ അനുഗ്രഹം നേടാനായത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കാരണവശാലും കാർത്തിക നക്ഷത്രക്കാരെ ദുഃഖിപ്പിക്കരുത്, അവരുടെ മനോവേദനയ്ക്ക് കാരണമാകരുത്. അത് മറ്റുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ദോഷമായി വന്ന് ഭവിക്കുന്നതാണ്. കാർത്തികക്കാരെ എപ്പോഴും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് പറയുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. 2ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ, തിരുവാതിരക്കാരെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, അവരുടെ കണ്ണുനീര് വീഴാനിടയാക്കിയിട്ടുണ്ടോ, അവരൊക്കെ നശിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഏറ്റവും ചൈതന്യമുള്ള, ഭഗവാന്റെ കവചത്താൽ മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്നൊരു സംശയവും കൂടാതെ പറയാം. പ്രത്യേകിച്ച് തിരുവാതിരയിൽ ജനിക്കുന്ന സ്ത്രീകൾ വാക്കിലും നോക്കിലും ഒക്കെ ഒരുപാട് ശക്തി വച്ചിരിക്കുന്നവരാണ്. വളരെ ഐശ്വര്യമുള്ള സ്ത്രീകളായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ. അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരും ഇക്കാര്യം മനസ്സിലാക്കിയിരിക്കുക. 3ാമത്തെ നക്ഷത്രമെന്ന് പറഞ്ഞത് പൂരം നക്ഷത്രമാണ്.
പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കിയവരെ, ഇവരെ മാറ്റി നിർത്തിയവരെ, ഇവരുടെ കണ്ണുനീര് വീഴാൻ ഇടയാക്കിയവരെ ഒന്നും തന്നെ ഇവർ ക്ഷമിച്ച ചരിത്രമുണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇവരുടെ മുന്നിലൂടെ, അതായത് ഇവരെ അപമാനിച്ച് ഇവരെ ആട്ടിയിറക്കി ഇവരെ ദുഃഖിപ്പിച്ചവരുടെ മുന്നിലൂടെ തല ഉയർത്തി നടത്താനുള്ള യോഗം, തല ഉയർത്തി ഇവരുടെയൊക്കെ മുന്നിൽ നടക്കാനുള്ള യോഗം ഈശ്വരൻ ഇവർക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൂര നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിലോട്ടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ എവിടെയൊക്കെ ദുഃഖം നേരിട്ടിട്ടുണ്ടോ ആ ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ പരിഹസിച്ചവരെ, നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാനുള്ള യോഗം പൂര നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വളരെ സത്യമുള്ള ശക്തിയുള്ള സ്ത്രീ നക്ഷത്രങ്ങളാണ് പൂര നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്ര നക്ഷത്രമാണ്. ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരാണ് ഉത്ര നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ കഴിയുന്നവർ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ. പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ ആരുടെ കാര്യത്തിലും ഒരു ദ്രോഹമായിട്ടോ ശല്യമായിട്ടോ പോകാത്തവരാണെങ്കിലും ഉത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക്, അതായത് ഉത്ര നക്ഷത്രത്തിൻ്റെ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് പലരും പല ദ്രോഹമായിട്ടും കടന്നു വരാറുണ്ട്. ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്, ഇവരെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട്. ഇവർ മനസ്സുരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ദുഃഖത്തിനും പരിഹാരം ഉണ്ടാകും. ഇവരെ ഉപദ്രവിക്കുന്നവർ ജാഗ്രത പുലർത്തുക. ഇവരെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനായിരിക്കും അത് വലിയ ദോഷഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകുന്നത്. അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത്. മകം നക്ഷത്രക്കാരെ വിഷമിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ മകം നക്ഷത്രക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മകം നക്ഷത്രക്കാരിയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. ആ വീടിൻ്റെ ഐശ്വര്യമാണ്, ആ ചടങ്ങിൻ്റെ ഐശ്വര്യമാണ്, ആ ജീവിതത്തിൻ്റെ ഐശ്വര്യമാണ് ഒരു മകം നക്ഷത്രക്കാരി എന്ന് പറയുന്നത്. ഭഗവത് ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന നക്ഷത്രം, ഭഗവാനും ഭഗവതിക്കും ഒരുപോലെ പ്രിയങ്കരമായ നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത്. ഇവരെ കുറ്റപ്പെടുത്തിയാൽ, ഇവരെ അനാവശ്യമായി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ഇവരെ അനാവശ്യമായി, അതായത് ഇവരുടെ കണ്ണുനീരും വീഴുന്നതിന് ഇടയാക്കി കഴിഞ്ഞാൽ അത് മതി ആ ഇടം മുടിയാൻ എന്നുള്ളതാണ്. അത്രയധികം ശക്തിയുള്ള സത്യമുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞു കഴിയുന്നവരാണ് ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. പൊങ്ങച്ചമോ പരിഭവമോ സഹതാപമോ ഇതൊന്നുമില്ലാത്തവരാണ്. ഇത് വളരെയധികം സത്യസന്ധതയുടെ നേർരൂപമാണ് ഭരണി നക്ഷത്രക്കാരെന്ന് തന്നെ പറയാം. ഭരണി നക്ഷത്രക്കാർ മനസ്സുരുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരെ ഒരു കാരണവശാലും ദ്രോഹിക്കരുത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. നാഗദൈവങ്ങളുടെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ കിട്ടിയിട്ടുള്ള നക്ഷത്രമാണ് ആയില്യം. സർപ്പദൃഷ്ടിയുള്ള നക്ഷത്രക്കാരാണ്. ഇവർ കണ്ണുവെച്ചാൽ, ഇവർ മനസ്സുരുകി പറഞ്ഞാൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഈ പ്രപഞ്ചം തന്നെ ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. സ്ത്രീകൾ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ ഒന്നാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരാരെയും ശപിക്കുകയോ ഇവരാരെയും പോയി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത ശുദ്ധ മനസ്കരാണ്. പക്ഷേ ഇവരുടെ മനസ്സ് കളങ്കപ്പെടുത്താൻ, ഇവരുടെ മനസ്സിനെ ദ്രോഹിക്കാൻ, ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലം ചെലുത്താൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അത്രയ്ക്ക് ശക്തിയുള്ള നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. ഇവരായിട്ടൊന്നിനും പോകത്തില്ല, എല്ലാം ഈശ്വരൻ അറിഞ്ഞ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് പുണർദ നക്ഷത്രം എന്ന് പറയുന്നത്. പുണർദ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശിവഭഗവാന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ കൈത്താങ്ങായി എന്നും ഭഗവത് സാന്നിധ്യം ഇവരുടെ കൂടെ ഉണ്ടാകും. ഭഗവാന്റെ ഈ സാന്നിധ്യം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പുണർദ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ ഉപദ്രവിക്കാനോ ദുഃഖിപ്പിക്കാനോ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് നിങ്ങളുടെ നാശം നിങ്ങൾ തന്നെ എഴുതുന്നതിന് തുല്യമാണ്. സത്യമുള്ള നക്ഷത്രമാണ് പുണർദ നക്ഷത്രം. ഓം നമഃ ശിവായ. അപ്പോൾ ഇതാണ് ശിവഭഗവാന്റെ ശിവകടാക്ഷം, ശിവകവചം, എപ്പോഴും കൂടെ നിൽക്കുന്ന, അതായത് ശിവഭഗവാന്റെ അനുഗ്രഹം സദാ നേരവും കൂടെയുള്ള നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു രാശിഫലവുമായി കാണും വരെ നന്ദി, നമസ്കാരം, ശിവോഹം.